والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. സ്നേഹമുള്ള വിശ്വാസിനികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു വിജ്ഞാന സദസ്സ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് പുനരാരംഭിക്കാൻ സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും കർമ്മങ്ങളെ വിചാരണക്ക് കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ നമുക്ക് സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന ഒരു സൽക്കർമ്മമായി റബ്ബ് സുബ്ഹാനഹു വ തആല
ഈ സംസാരത്തെ, കേൾവിയെ, ഇതിൻ്റെ സംഘാടനത്തെ നമ്മിൽ നിന്ന് പരിഗണിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തണം എന്നതാണ് കുറച്ചു നേരം നമുക്കിവിടെ സംസാരിക്കാനുള്ള വിഷയം. നമ്മൾ നമ്മെക്കുറിച്ച് മറ്റാരെങ്കിലും മോശമായി സംസാരിക്കുന്നത് കേട്ടാൽ നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അവിടെ നമുക്ക് രണ്ട് വഴിയുണ്ട്. ഒന്നുകിൽ ആ പറഞ്ഞത്, നമ്മളെക്കുറിച്ച് മോശമായി പറയുന്ന ആ കാര്യം അത് സത്യമാണെങ്കിൽ നമുക്ക് നമ്മെ തിരുത്താം. ഒരു പറഞ്ഞത് ശരിയാണല്ലോ, എൻ്റെ ആ ഒരു സംസാര ശൈലി അതവർ പറഞ്ഞ പോലെ ഒരു മോശമാണല്ലോ എന്ന് ബോധ്യപ്പെട്ട് നമുക്ക് നമ്മളെ തിരുത്താം. അതല്ല, ആ പറയുന്ന ആളുകൾ അവർ പറയുന്നത് ശരിയല്ല, സത്യസന്ധമായൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് അവരെ തിരുത്താം. നിങ്ങളിങ്ങനെ സംസാരിക്കണ കേട്ടിരുന്നു, നിങ്ങളെ പറഞ്ഞത് ശരിയല്ല, അതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് എന്ന് പറഞ്ഞ് നമുക്ക് തിരുത്താം. പക്ഷേ നമ്മളുടെ മരണത്തിനു ശേഷം ആളുകൾ നമ്മെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തായിരിക്കും? അത് വളരെ പ്രധാനമാണ്. അവിടെ നമ്മുടെ നന്മകളാണ് സംസാരിക്കുന്നതിൽ അത് നമുക്ക് ഉപകാരപ്രദമാണ്. അതുകൊണ്ട് നാം മരണപ്പെട്ടു പോയാലും നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും വിലയിരുത്തപ്പെടുക എന്നതാണ് എപ്പോഴും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്കറിയാം, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി തൻ്റെ ജീവിതത്തെ മാറ്റിവെച്ച, ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും നന്മകളിലൂടെ കടന്നുപോയ മഹാനായ വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വചനം. 26-ാം അധ്യായം സൂറ ഷുഅറയിൻ്റെ 84-85 ആയത്തുകളിലുള്ള പ്രാർത്ഥനയാണത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഖുർആനിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ പഠിച്ചാൽ നമുക്കറിയാം, അവിടെ കുറേ കാര്യങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് വജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം. അല്ലാഹുവേ, എൻ്റെ കാലശേഷം വരുന്ന ആളുകൾക്ക് അവരിൽ നീ എനിക്ക് സൽകീർത്തി ഉണ്ടാക്കി തരണമേ. വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം, അനുഗ്രഹീതമായ സ്വർഗം അനന്തരമെടുക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ. രണ്ട് കാര്യമാണ് അവിടെ ആ പ്രാർത്ഥനയിലുള്ളത്. ഒന്ന്, എൻ്റെ കാലം കഴിഞ്ഞ് വരുന്നവർ, അവർക്കിടയിൽ എൻ്റെ സൽകീർത്തി നീ നിലനിർത്തി തരണമേ. അപ്പോൾ നമ്മളുടെ മരണശേഷവും നന്മയാൽ നമ്മൾ അറിയപ്പെടുക എന്നത്, സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എത്ര കാലം ജീവിച്ചു എന്നതല്ല, ജീവിച്ച കാലം എങ്ങനെ ജീവിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഹദീസുകൾ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ സാധാരണഗതിയിൽ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുന്ന, എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസ് ഗ്രന്ഥമാണ് റിയാദുസ് സ്വാലിഹീൻ. അപ്രകാരം തന്നെ
ഇമാം നവവി റഹ്മഹുള്ളയുടെ 40 വരുന്ന ഹദീസുകളെ അദ്ദേഹം ക്രോഡീകരിച്ച ആ ഒരു ഗ്രന്ഥം. ഇങ്ങനെ നമുക്കൊക്കെ അറിയുന്ന കുറേ ഗ്രന്ഥങ്ങളുണ്ട്. ഇമാം നവവി റഹ്മഹുള്ള ആകെ ജീവിച്ചത് എത്ര കൊല്ലം? 45 കൊല്ലം. അപ്പോൾ 45 കൊല്ലം ജീവിച്ച് മരണപ്പെട്ടു പോയ അദ്ദേഹത്തെ ലോകത്ത് ഇന്നും അഹ്ലുസുന്നയുടെ ആളുകൾ അദ്ദേഹം ബാക്കി വച്ച നന്മകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ ആ മനുഷ്യൻ്റെ ജീവിതകാലത്തെ അധ്വാനങ്ങളെ ഇന്നും ദീനുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ജീവിതം അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. അഹ്മദ് ഷൗക്കിയുടെ ഒരു വരിയുണ്ട്, അന്നാസു സിൻഫാൻ, ജനങ്ങൾ 2 തരക്കാരാണ്. മൗത്താഫി ഹയാത്തിഹിം, ജീവിതകാലത്ത് തന്നെ മരിച്ച ആൾക്കാരുണ്ട്. വആഖറൂൻ ബിബത്നിൽ അർളി അഹ്യാ, വേറെ ചില ആളുകൾ മണ്ണിൻ്റെ താഴെ, അവർ ഖബറിലാണ്, പക്ഷെ അവരിപ്പോഴും ഈ ഭൂമി ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു വരിയാണത്. ചില ആളുകൾ ജീവിതകാലത്തു തന്നെ മരിച്ചുപോയവർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ജീവിതത്തിൽ നിന്നല്ല മരിക്കണം, അതല്ല ഉദ്ദേശിച്ചത്. അവരിവിടെ ജീവിക്കുന്നുണ്ട്, തിന്നും കുടിച്ചും അവരുടേതായ കാര്യങ്ങളിൽ ഏർപ്പെട്ടും അവരിവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ മരിച്ച പോലെയാണ്, ആർക്കും ഓലെ കൊണ്ട് ഒരു ഉപകാരമില്ല. അങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട്. എന്നാൽ വേറെ ചില ആളുകൾ അവരെന്നോ മരിച്ചുപോയി മണ്ണിനടിയിലാണ്, പക്ഷെ അവരിപ്പോഴും ആളുകൾക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? അവരാ ജീവിച്ച കാലത്ത് ഉണ്ടാക്കി വച്ച ചില കാര്യങ്ങൾ കൊണ്ട്. ഈ 2ാമത്തെ വിഭാഗമാണ് നമ്മൾ. ആ 2ാമത്തെ വിഭാഗത്തിലാണ് ഉണ്ടാകേണ്ടത്. ജീവിതകാലത്ത് നന്മകൾ ചെയ്തു വെച്ച് മരിച്ചു മൺമറഞ്ഞാലും ആളുകൾക്കിടയിൽ ജീവിക്കാൻ കഴിയുക. സഹോദരങ്ങളെ, എത്ര കാലമായി മുഹമ്മദ് അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടിട്ട്? അദ്ദേഹം ജീവിച്ച കാലത്ത് എത്ര മനുഷ്യന്മാർ ജീവിച്ചിട്ടുണ്ടാകും? പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെ, നമ്മൾ ആ അമാനി മൗലവിയുടെ പേര് പറയപ്പെടാത്ത ദിവസങ്ങൾ ഒരു പക്ഷെ മൊത്തം നമ്മളുടെ ആളുകൾക്കിടയിൽ എടുത്താൽ അങ്ങനത്തെ ഒരു ദിവസം ചിലപ്പോൾ ഉണ്ടാവില്ലേ. ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകളിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പേര്, ഏറ്റവും ചുരുങ്ങിയത് അമാനി മൗലവിയുടെ തഫ്സീറിൽ ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയണില്ലേ. അപ്പോൾ ഒരു ജീവിതകാലം അദ്ദേഹം ഒരു നന്മ ചെയ്തു വെച്ചതുകൊണ്ട് അതിൻ്റെ പേരിൽ നമ്മൾ അറിയപ്പെടുകയാണ്. അദ്ദേഹം ഇന്നും ആളുകൾക്കിടയിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച എത്ര പണക്കാരുണ്ടാകാം, എത്ര അധികാരങ്ങൾ കൈകാര്യം ചെയ്ത ആളുകളുണ്ടാകാം, സമ്പന്നതയുടെ സുഖലോലുപതയിൽ ജീവിച്ച എത്ര മനുഷ്യരുണ്ടാകാം, എത്ര ആളുകൾ അവരെക്കുറിച്ച് നന്മയാൽ ഓർത്തിരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു യാസീനിൻ്റെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നമ്മൾ ജീവിതകാലത്ത് ചെയ്യുന്നതു മാത്രമല്ല, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആഥാറഹും, ചെയ്തു കൂട്ടിയതു മാത്രമല്ല ചെയ്തതിൻ്റെ അനന്തരമായി സംഭവിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്തതിൻ്റെ ചില അനന്തരങ്ങൾ നമുക്കുണ്ടാകണം. അതിന് സഹായകമാകുന്ന ചില കാര്യങ്ങൾ അത് ഇൻഷാ അല്ലാഹ് എണ്ണിപ്പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിനൻ നാസി മഫാതീഹ ലിൽ ഖൈരി മഗാലിഖ ലിശ്ശർ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മഫാതീഹ ലിൽ ഖൈർ, അവർ ഖൈറുകളെ തുറന്നു കൊടുക്കുന്ന താക്കോലാണ്. മഗാലിഖ ലിശ്ശർ, ഷർറുകളെ, എല്ലാ തിന്മകളെയും പൂട്ടിയിടുന്ന താക്കോലുകളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ.
വ ഇന്ന മിനന്നാസി മഫാത്തിഹ ലിശ്ശർരി മഗാലിഖ ലിൽ ഖൈർ. തിരിച്ചുണ്ട്, തിന്മകളൊക്കെ ആൾക്കാർക്ക് തുറന്നു കൊടുത്ത് നന്മകളെ പൂട്ടി വെക്കുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നന്മ തുറന്നു കൊടുക്കുന്ന താക്കോലുകളാകാൻ ആർക്കാണോ കഴിയുന്നത് അവർക്കെൻ്റെ മംഗളാശംസകളെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. അതുകൊണ്ട് ചില നന്മകൾ, നാം മരിച്ചാലും ബാക്കിയാകുന്ന ചില സൽക്കർമ്മങ്ങൾ തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അങ്ങനത്തെ ഇൻഷാ അല്ലാഹ് ഒരു 9 കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇതിൻ്റെ അപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ. ഇപ്പോൾ അമാനി മൗലവി റഹ്മഹുള്ളയുടെ തഫ്സീർ നമ്മളൊക്കെ പറയും. ആ തഫ്സീർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആ തഫ്സീർ ഉണ്ടാകുന്നതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. പാലക്കാട് ജില്ലയിലെ ഒലവക്കോടുള്ള സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അദ്ദേഹം അന്നത്തെ നമ്മുടെ പ്രസിഡൻ്റായിരുന്ന KM മൗലവി റഹ്മഹുള്ളക്ക് അയച്ചൊരു എഴുത്താണ്. പൊതുജനങ്ങൾക്ക് ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു തഫ്സീർ ഉണ്ടാകണം. ആ എഴുത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആ തഫ്സീറിൻ്റെ രചന ആരംഭിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത്, അമാനി മൗലവി റഹിമഹുള്ളയുടെ തഫ്സീർ രചിക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന PK മൂസ മൗലവിക്ക്, അലവി മൗലവിക്ക്, അതിൻ്റെ പരിശോധനയുടെ ഒരു ഘട്ടം നടത്തിയ KM മൗലവി റഹിമഹുള്ളക്ക്, KP മുഹമ്മദ് മൗലവി റഹിമഹുള്ള അടക്കമുള്ള ആളുകൾക്ക് പ്രതിഫലം കിട്ടുമ്പോൾ അതുപോലെ ഒരു പ്രതിഫലം കിട്ടാൻ അർഹനാണല്ലോ ആ കത്തെഴുതിയ മനുഷ്യനും. ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു 9 കാര്യം പറയാൻ. അതിൽ ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്കൊക്കെ അറിയുന്ന ഹദീസാണ്. ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലു ഇല്ലാ മിൻ സലാസ. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 3 കാര്യങ്ങളല്ലാത്തതൊക്കെ അവനിൽ നിന്ന് മുറിഞ്ഞു പോകും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയതെന്താ? ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. ഒന്ന് ജാരിയായ നിലനിൽക്കുന്ന സദഖയാണ്. ആലോചിച്ച് നോക്കുകയാണെ, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിൻ്റെ 92-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തില്ല, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. മനുഷ്യരെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് അള്ളാൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവുകയില്ല എന്നാണ് ആ ആയത്ത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഹാബിമാരിൽ പലരും അവരുടെ വിലപ്പെട്ട സ്ഥലങ്ങൾ, അവരുടെ മൃഗങ്ങളുടെ കൂട്ടത്തിൽ, ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിലപ്പെട്ടത് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തോട്ടം കൊടുത്തു. അത് ഇന്നും മദീന പള്ളിയോട് ചേർന്ന ആരാധനകൾ നടക്കുന്ന കേന്ദ്രം, ആ മദീന പള്ളിയിലേക്ക് അതിനോട് ചേർന്ന് ആ സ്ഥലം ഇന്നും നന്മയുടെ ഭാഗമായി നിലനിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പല സന്ദർഭങ്ങളിൽ സഹായം ആവശ്യപ്പെട്ട വേളകളിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബിമാർ അവരുടെ സ്ഥലം നൽകിയിട്ടുണ്ട്, സമ്പത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ സ്വഹാബിമാർ ആ കാലഘട്ടത്തിൽ നൽകിയ തോട്ടങ്ങളും സ്ഥലങ്ങളും ഇന്നും പല നന്മകളുടെയും കേന്ദ്രങ്ങളായി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ആ മണ്ണിൽ നിലനിൽക്കാൻ. സദഖത്തുൻ ജാരിയ, നാം മരിച്ചാലും നാം ഇവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഒരു അടയാളമായി ഇവിടെ നിലനിൽക്കുന്ന നമുക്ക് കൂലി കിട്ടുന്ന ഒരു കാര്യമാണ്. ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കിണർ കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ, ഒരു പള്ളിക്ക് കുറച്ച് സ്ഥലം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് പണം കൊടുക്കാൻ നമ്മളെ കൊണ്ടായാൽ, നമ്മളുടെ കാലം കഴിഞ്ഞാലും അത് നിലനിൽക്കുന്ന, നാം ജീവിച്ചതിൻ്റെ ഒരു അടയാളമായി നിലനിൽക്കുന്നതാണ്. വേറെ എന്താ സഹോദരങ്ങൾ ഉണ്ടാകുക?
നമ്മൾ നല്ലൊരു വീടും കാര്യമൊക്കെ ഉണ്ടാക്കി കുറച്ച് കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വീടുണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ? നമ്മൾ ഭയങ്കര മോഡലായിട്ട് സംഭവമായിട്ട് ഉണ്ടാക്കിയതായിരിക്കും. ഉണ്ടാക്കിയൊരു കൊല്ലം കഴിയുമ്പോഴാണ് വേറെ കുറേ ടെക്നോളജികൾ വന്ന് വേറെ കുറേ സാധനങ്ങൾ വരുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് ഇപ്പോൾ അടുക്കളയിലത്തെ കാര്യം നമ്മളെ ഭാര്യമാരിങ്ങനെ പറയും. പിന്നെ മക്കളത് ഒരു ഭാഗം കഴിച്ച് അവസാനത്തെ ചെറിയ മകനാണ് കിട്ടണമെങ്കിൽ, അല്ല ഏത് മകനാണ് കിട്ടണമെങ്കിലും ഇതൊക്കെ ഇപ്പോൾ മോഡൽ പോയിക്കൊണ്ടാണ് ഓനത് പൊളിച്ചു മാറ്റിയിട്ട് ഓൻ്റെ ഇഷ്ടത്തിനാക്കും. പക്ഷെ നമ്മളൊരു 2 സെൻറ്റ് സ്ഥലം അള്ളാൻ്റെ ദീനിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് നന്മ വരുന്നോ അതൊക്കെ നമുക്ക് കിട്ടുകയാണ്. സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മളുടെ പേരറിയില്ല, നമ്മളാണ് കൊടുത്തതെന്നറിയില്ല. ആളുകളുടെ പ്രാർത്ഥനയിൽ പടച്ചോനെ ഇതിന് സഹായം ചെയ്ത് എല്ലാവർക്കും നീ അതിൻ്റെ പുണ്യം കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ കൂലി കിട്ടാൻ നമ്മൾ അർഹരായി തീരാൻ. അപ്പം ആ നിലക്ക് നിലനിൽക്കുന്ന ദാനങ്ങൾ നൽകാൻ സാധിക്കുക എന്നത് നാം ജീവിച്ചതിൻ്റെ അടയാളമായി ബാക്കി വെക്കാൻ കഴിയുന്നൊരു കാര്യം. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്. കുറേ അറിയുക എന്നതിൻ്റെ അപ്പുറം അറിഞ്ഞത് ഉപകാരമുള്ള അറിവാകണം. ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു കാര്യമായിരിക്കും നമ്മൾ പഠിച്ച. അൽഹംദുലില്ലാ നമുക്ക് ഇവിടെ നല്ല മനോഹരമായ രീതിയിലുള്ള നമ്മുടെ QHLSൻ്റെ ക്ലാസ് എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്നുണ്ട്. നമ്മൾ സൂറത്തുൽ അംബിയ ഇവിടെ ആരംഭിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇവിടെ ക്ലാസ് റെക്കോർഡ് ചെയ്ത് വരലുണ്ടല്ലോ, നിങ്ങളെ ക്ലാസ് ഇവിടുത്തെ ക്ലാസ് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ എന്തെല്ലാം ഇൽമുകൾ നമുക്ക് ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫിയുടെ ക്ലാസ്സിൽ നമുക്ക് കിട്ടാറുണ്ട്. അത് നമ്മൾ പഠിച്ച ഒരു കാര്യം, ആ ഒരു കാര്യം നമ്മുടെ യാത്രയിൽ, അതായത് ഈ അറിവ് പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മൈക്കൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നുകാണ്ട് ഇങ്ങനെ സംസാരിക്കലോ, കുറേ ആൾക്കാരെ മുന്നിലിരുത്തിക്കാണ്ട് ഒരു ബോർഡും എഴുതി ക്ലാസ് എടുക്കലോ മാത്രമൊന്നല്ലല്ലോ അറിവ് പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ. നമ്മളൊരു വണ്ടിയിൽ യാത്ര പോവുകയാണ്, ഒരു സ്ഥലത്ത് നമ്മൾ നിസ്കരിക്കാൻ ഇറങ്ങി അവിടെ നിസ്കാരത്തിന് വേണ്ടി കയറുമ്പോൾ അവിടെ ഒളു എടുക്കുന്നിടത്തോ അതല്ലെങ്കിൽ പള്ളിയിൽ കയറിയ സമയത്തോ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാൾ, അയാളുടെ അടുത്ത് നമ്മൾ കണ്ട ഒരു തെറ്റ്, അത് നമുക്ക് എന്ത് ചെയ്യാം? അയാളോട് പറയാം, ഇത് ഇങ്ങനെയല്ല കേട്ടോ ചെയ്യേണ്ടത്. ശരിക്ക് നമ്മളൊരു വലിയ ക്ലാസ്സിൽ ഒരു വിജ്ഞാന സദസ്സിൽ ഒരാൾ വന്നിരുന്ന് അയാൾ കേട്ട പ്രസംഗം സ്വാധീനിക്കുന്നതിനേക്കാളും ചിലപ്പോൾ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് ആ ഒരു തിരുത്തി കൊടുക്കൽ. സഹോദരങ്ങളെ, അതെത്ര കാലം അയാളുടെ ജീവിതത്തിൽ നിലനിൽക്കും? ആ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ അയാൾ നമ്മളിങ്ങനെ ഓർക്കൂലേ? ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടി പറയില്ല കേട്ടോ, നമുക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. ഇപ്പം രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥന നിർവഹിക്കും. അപ്പോൾ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൈകളൊക്കെ പിടിച്ച് പ്രാർത്ഥിച്ച് അതിലേക്ക് ഊതി ശരീരത്തിൽ തടവി. അപ്പോൾ ആ സമയത്ത് ചില സമയങ്ങളിൽ എൻ്റെ ഭാര്യനോട് പറയാറുണ്ട്, ഇത് ഞങ്ങൾക്ക് CRE ക്ലാസ്സിൽ എടുത്തു തന്നത് ഇന്ന ആളായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അവരുടെ സ്കൂൾ പഠനകാലത്ത് അവർ CRE ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിൻ്റെ എണ്ണം പറഞ്ഞെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന് ഉസ്താദ് ഇന്ന ആളായിരുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ അന്നത്തെ നീയത്ത് ശരിയാണെങ്കിൽ ആ ക്ലാസ് പഠിച്ച ഓരോ കുട്ടിയും ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ശരീരത്തിൽ കൈകളിലൂതി ശരീരത്തിൽ തടവി ആ രാവ് ഉറങ്ങുമ്പോൾ അയാൾക്ക് കൂലിയിട്ടല്ലേ? അതാണ് ഉപകാരപ്രദമായ അറിവ്. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്താൽ കാലം കുറേ കഴിഞ്ഞാലും ഇതെനിക്ക് അയാൾ പറഞ്ഞെന്ന് തിരുത്തി തന്നതാണ്, അയാൾ പഠിപ്പിച്ചു തന്ന ഒരു നന്മയാണ് എന്ന് ഇപ്പം നമ്മൾ പല ക്ലാസ്സിലും പ്രസംഗത്തിലൊക്കെ കേൾക്കും. ഞാൻ പറയണത് നാട്ടുകാരോടും മറ്റുള്ളവരോടും പറയൽ മാത്രമല്ല, നമുക്ക് നമ്മൾ കുട്ടികളോട് പറഞ്ഞൂടെ? എന്നിട്ട് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകേണ്ടേ ഈ നന്മ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഉപ്പയാണ്, ഇതെനിക്ക് പഠിപ്പിച്ചു തന്നത് എൻ്റെ ഉമ്മയാണ്. പ്രായമായ നമ്മുടെ ഉമ്മാൻ്റെ മനസ്സിലുണ്ടാകേണ്ടേ എത്ര പ്രായമായിട്ടും ഈ നന്മ എനിക്ക് പഠിപ്പിച്ചു തന്നത് എൻ്റെ കുട്ടിയാണ്. ആ നിലക്ക് ചിന്തിക്കാൻ കാരണമാകുന്ന രൂപത്തിൽ ചെറിയ അറിവാണെങ്കിലും മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കാനാവുക എന്നത് നമ്മുടെ കാലം കഴിഞ്ഞാലും നമുക്കാളുകൾക്കിടയിൽ നമ്മുടെ ജീവിതം നാം ജീവിച്ചിരുന്നു എന്നതിൻ്റെ അടയാളം ബാക്കിയാകാൻ നമ്മെ സഹായിക്കുന്നതാണ്.
മൂന്നാമത്തെ കാര്യം, നല്ല മക്കളുണ്ടാവുക. നല്ല മക്കളെന്ന് പറഞ്ഞാൽ ആ നല്ല മക്കളാവാൻ നമ്മളിൽ നിന്നുണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ട്. അവർക്ക് സമയാസമയത്ത് കൊടുക്കേണ്ട ഉപദേശങ്ങൾ കൊടുക്കാനും, തിരുത്തേണ്ടത് ബോധപൂർവം തിരുത്താനും, സ്വാലിഹീങ്ങളായ മക്കളാക്കി അവരെ വളർത്താനും നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ചില പരിശ്രമങ്ങളുണ്ട്. എന്നാൽ ചിലപ്പോൾ നമ്മളതൊക്കെ ചെയ്താലും പടച്ച റബ്ബിൻ്റെ പരീക്ഷണങ്ങൾ നമുക്കുണ്ടാകാം. അപ്പം അങ്ങനെ ഒരു നല്ല ഉപ്പയുണ്ടെങ്കിൽ, നല്ലൊരു മകനുണ്ടെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കണേ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ മകനിൽ നന്മയുണ്ടാകുമ്പോൾ ഓരോ സമയത്തും ആ കുട്ടി ആ നന്മകൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ ബാക്കിയാക്കാനായാൽ അത് നമ്മുടെ ജീവിതത്തെ ഒരടയാളപ്പെടുത്തൽ. ഈ ഹദീസ് നമുക്കറിയുന്നതാണ്. അതിൽ 3 കാര്യങ്ങളാണുള്ളത്. ഇനി ഒരു 6 കാര്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാവുന്നത് വിവിധ സന്ദർഭങ്ങളിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന വിഷയങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലി. ഒരാൾക്കൊരു നന്മ അറിയിച്ചു കൊടുത്താൽ ആ നന്മ ചെയ്യുന്നവൻ്റെ അതേ പ്രതിഫലം ഈ അറിയിച്ചു കൊടുത്തവനും ലഭിക്കുന്നതാണ്. നമുക്കറിയുന്നതാണ് ഈ ഹദീസ്. ഞാനൊരു ചോദ്യം ചോദിക്കാൻ, തുഫൈൽ ബിൻ അംർ അദ്ദൗസി എന്ന് കേട്ട എത്ര ആൾക്കാരുണ്ട്? ഒന്ന് വെറുതെ കൈ ഒന്ന് വെച്ച് നോക്കി. തുഫൈൽ ബിൻ അംർ അദ്ദൗസി 3 ആളാണുള്ളത് അല്ലേ? അബൂ ഹുറൈറ എന്ന് കേട്ട എത്ര ആളുണ്ട്? എല്ലാവരും കേട്ടിട്ടുണ്ട്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിക്കാൻ കാരണക്കാരനായ മനുഷ്യനാണ് തുഫൈൽ ബിൻ അംർ അദ്ദൗസി റളിയല്ലാഹു അൻഹു. ഈ പ്രബോധനത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവരുന്ന ഒരാൾ ഒരുപക്ഷെ നമ്മൾ ഉള്ളതിനേക്കാളും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, എത്തും. നാം നിർവഹിച്ചതിനേക്കാളും വലിയ ദൗത്യങ്ങൾ ചിലപ്പോൾ നിർവഹിക്കാൻ അവർക്ക് കഴിയും. ആലോചിച്ച് നോക്കുകയാണെ, ഈ ദുനിയാവ് എൻ്റേതു മാത്രം എന്നൊക്കെ പറഞ്ഞുള്ള വിവിധങ്ങളായ നാടകങ്ങളിൽ ആ നാടകങ്ങളെ രചിക്കുകയും ഇസ്ലാമിനെ വളരെ മോശമായി ചിത്രീകരിച്ച് ഈ ദൈവമൊന്നുമില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളാണ് ഡോക്ടർ എം ഉസ്മാൻ സാഹിബ്. പക്ഷേ ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ തൗഹീദിൽ വലിയ പിഴവ് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ ബോധപൂർവം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ നമ്മൾ വായിച്ചിരിക്കേണ്ട ചില പുസ്തകം, ഇപ്പോൾ അള്ളാഹു, ഗൈബ്, അതുപോലെ തന്നെ മനുഷ്യൻ്റെ മുഖ്യ ശത്രു എന്നൊക്കെയുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ നമ്മളെല്ലാ കാര്യം നമുക്ക് ക്ലിയർ ആവും. ആ പുസ്തകങ്ങൾ എഴുതിയതാരാ? ഉസ്മാൻ സാഹിബാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു നിരീശ്വരവാദിയായി, ഒരു മതനിഷേധിയായി, അങ്ങനെ ദീനൊന്നുമില്ല എന്ന് പറഞ്ഞ് നാടകം കളിച്ച് നടന്നിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ദീനുണ്ട് എന്നും ഇസ്ലാം ദീനാണ് ശരിയായ മതമെന്നുമൊക്കെ മനസ്സിലാക്കാൻ കാരണമായ ചില ആൾക്കാരുണ്ടാവുമല്ലോ. പക്ഷേ വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാനും ഒരു ആദർശ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി മാറാനും ഉസ്മാൻ സാഹിബിന് അവസരം ലഭിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ക്ഷണിച്ച് നമ്മൾ പ്രബോധനം ചെയ്ത് കൊണ്ടുവരുന്ന ആളുകൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. കാരണം സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്ത സ്വഹാബിയാണ്. അദ്ദേഹത്തെ ഈ തൗഹീദിൻ്റെ വഴി കാണിച്ചു കൊടുക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അവസരം ലഭിച്ച മഹാനായ സ്വഹാബിയാണ് തുഫൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം എത്ര ആളുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസുകൾ വായിക്കുന്നുണ്ടാകും. നാം ഇന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ എത്ര പ്രാർത്ഥനകൾ
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത പ്രാർത്ഥനകൾ ഉണ്ടാകും. ഇസ്ലാമികമായി ലോകത്ത് എത്ര വിജ്ഞാന സദസ്സ് നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്തൊരു സ്വഹാബി എന്ന നിലക്ക് സ്വാഭാവികമായും എല്ലാ വൈജ്ഞാനിക സദസ്സുകളിലും ഒരിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ നിവേദനം ചെയ്ത ഹദീസുകൾ വായിക്കപ്പെടില്ലേ? അതിൻ്റെ ഒക്കെ കൂലി ആർക്കും കിട്ടും. തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനും കൂലി കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അധ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള പ്രബോധനം. നാം ജീവിക്കുന്ന കാലഘട്ടം ഏതാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അള്ളാഹു അല്ലാത്ത ആളുകളെയും പടച്ചവനാണ് എന്ന് പറയാൻ ആൾക്കാർ ഒരു പേടിയില്ലാതെ ജീവിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അപ്പം ഇന്നലെ നമ്മുടെ ടീച്ചേഴ്സ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടീച്ചേഴ്സ് കോൺഫറൻസിൽ ഒരാൾ അവിടെ വന്ന ഒരു ടീച്ചർ, അപ്പോൾ അവരുടെ കുടുംബത്തിൽ അവരുടെ മേലെയുള്ള ഒരാൾ, അവർ ഈ ആദർശമൊക്കെ മനസ്സിലാക്കി തൗഹീദൊക്കെ മനസ്സിലാക്കി വളരെ ദീനിൽ സജീവമായി നിലനിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ പലപ്പോഴും മൗലീദും റാത്തീബും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇവർ പങ്കെടുക്കാതിരിക്കുമ്പോൾ താഴെയുള്ള ആൾക്കാരൊക്കെ ഇതിപ്പോൾ വലിയൊരാൾ, ഇതിപ്പോൾ എന്നാ ദീന് പഠിച്ചെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും. ആ കളിയാക്കുന്ന ആൾക്കാരും അധ്യാപകരുടെ സമ്മേളനമല്ലേ എന്നുള്ള നിലയ്ക്ക് അവർ ഇന്നലെ വന്ന് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് പിന്നെ വൈകുന്നേരം വരെ ഇരുന്ന് വീട്ടിൽ ചെന്നിട്ട് ഇവർക്ക് മെസ്സേജ് അയക്കണം. വെറുതെ നല്ല ഇജ്ജ് മാറിയിരിക്കണത്, വെറുതെ നല്ല ഇജ്ജ് മാറിയത്. ഇതിങ്ങനെ നിരന്തരമായിട്ട് കേൾക്കുകയാണെങ്കിൽ ആരും മാറും. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആളുകൾക്ക് തൗഹീദ് കേൾക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ അള്ളാഹിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് പടച്ചോന് എന്നൊക്കെ പറയുന്നത് കുറച്ച് അതിര് വിട്ട പണിയാണ്, നമ്മൾ ഈ പറഞ്ഞത് ശരിയല്ല എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടും. അവർ മാറും. സഹോദരങ്ങൾ, ആ നിലക്ക് തിന്മയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന, ഒരതിരും വരമ്പുമില്ലാതെ ആണും പെണ്ണും വ്യത്യാസമല്ലാതെ എല്ലാ അഴിഞ്ഞാട്ടങ്ങൾക്കും അവസരമുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കാരണം ആളുകൾക്ക് നന്മയിലേക്ക് വഴികൾ തുറന്നു കിട്ടുന്ന അവസ്ഥയുണ്ടാകണം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അവരുടെ മനസ്സിലുണ്ടാവില്ലേ, പടച്ചോൻ എനിക്ക് തൗഹീദ് കിട്ടാൻ കാരണക്കാരൻ അയാളാണ്, എൻ്റെ കുടുംബജീവിതം നന്നായത് അവൻ പറഞ്ഞു തന്നിട്ടാണ്. പലപ്പോഴും നമുക്ക് ഏറ്റവും ഇടങ്ങേറുള്ളൊരു കാര്യമാണ് ദഅവയുമായി ദഅവ വേണ്ടാന്നൊന്നും നമുക്കാർക്കും അഭിപ്രായമല്ല. പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു? ഏറ്റവും ചുരുങ്ങി നമുക്കൊരു ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഒരു മീറ്റിങ്ങിൽ വന്നൊരു അഭിപ്രായം പറയാം. നമുക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്താ കാരണം വെച്ചാൽ മീറ്റിങ്ങിന് നോക്കുകയാണ്. നമ്മൾ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞാൻ കുറ്റപ്പെടുത്താൻ പറയല്ല കേട്ടോ. ആ മീറ്റിംഗ് നിങ്ങൾ കൂടിക്കോളി, കാര്യം എന്താ വെച്ചാൽ പറഞ്ഞാൽ മതി. പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാവും, എല്ലാറ്റിനും ഞാൻ കൂടെ ഉണ്ടാവും. ശരിക്കും നമ്മൾ വലിയ പൊട്ടത്തരം കണ്ടണേ. ഈ മീറ്റിങ്ങുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു നന്മയല്ല അവിടെ ചർച്ച ചെയ്യപ്പെടുക, ഒരുപാട് നന്മകൾ ചർച്ച ചെയ്യപ്പെടും. ഇപ്പോൾ QHLS എത്ര നാട്ടിൽ ക്ലാസ് നടക്കുന്നുണ്ട്, എത്ര ആളുകൾ ആയത്ത് പഠിക്കുന്നുണ്ട്, എത്ര ആളുകൾ ഹദീസുകൾ പഠിക്കുന്നുണ്ട്, എത്ര ആളുകൾ അർത്ഥം മനസ്സിലാക്കി ജീവിതത്തിൻ്റെ അതുവരെ ജീവിച്ചു പോകുന്ന രീതികളെ തിരുത്തി നന്നാകുന്നുണ്ട്. ഏതോ ഒരു മീറ്റിങ്ങിൽ ഒരാൾ പറഞ്ഞ അഭിപ്രായമാവൂലേ, അല്ലേ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ക്ലാസ് തുടങ്ങിക്കൂടെ എന്നുള്ളത്. എന്ന പോലെ നമ്മളിവിടെ ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് വരുന്നു. ആ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് വരുന്നു എന്ന് പറയുമ്പോൾ അത് മീറ്റിങ്ങിൽ ഒരു അഭിപ്രായം പറഞ്ഞ ഒരാളുണ്ടാവും. ആ മീറ്റിങ്ങിൽ ഇരിക്കാൻ നമുക്കൊരവസരം കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന കൂലി എത്രയാണ്? അത് ദഅവയുടെ ഭാഗമാണ് എന്ന് ചിന്തിക്കാനാകുമ്പോഴാണ് നമ്മളത് ഒഴിവാക്കാതിരിക്കുക. അതേസമയം അതിലെനിക്ക് കുറച്ച് ഇടങ്ങേറാണ് എന്ന് ചിന്തിക്കണം. എന്തുകൊണ്ട്? അതിനെനിക്ക് കൂലി കിട്ടുമോ എന്ന ചിന്തയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ദഅവയുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളിൽ നമുക്ക്, ഞാൻ പറയുന്നത് സംഘടനാപരമായി നമുക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച്
നമ്മൾ ദഅ്വ രംഗത്ത് നിലനിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചില സംഭാവനകൾ ഉണ്ടാകണം. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സർക്കുലറിൽ ഇപ്രാവശ്യം ഇപ്പോൾ അയൽക്കൂട്ടം നടത്താൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നല്ല. അല്ല, നമുക്ക് ശാഖയിൽ വലിയൊരു പരിപാടിയൊന്നും വരാത്തതുകൊണ്ട് നമുക്കൊരു അയൽക്കൂട്ടം നടത്തിക്കൂടെ? ചിലപ്പോൾ ആ അയൽക്കൂട്ടക്കാരം ഏതോ ഒരു സ്ഥലത്ത് ഒരു താത്ത പരിപാടിക്കൊന്നും പോകാൻ സമ്മതിക്കൂല, ഓരോ വീട്ടിൻ്റെ അയലോക്കത്ത് പോയിട്ടാണ് നമ്മൾ അയൽക്കൂട്ടം നടത്തിയത്. ആ സിറ്റൗട്ടിലിരുന്ന് ആ താത്ത കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ തൗഹീദ് നന്നായാൽ നമുക്ക് ഇതിൻ്റെ കൂലി കിട്ടൂലേ? അപ്പം അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ മനസ്സിൽ ഏതു കാലത്തും ഉണ്ടാകും. അൽഹംദുലില്ലാ, ആ ക്ലാസ്സാണ്, ആ സംസാരമാണ്, ആ ലഘുലേഖയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് വെളിച്ചം കിട്ടുന്ന വഴിയാവുക. അതാണ് എനിക്ക് വഴിയായത് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടിയൊരു പ്രാർത്ഥന ഉയരൂലേ? അപ്പം നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിൽ ഒരു ആത്മാർത്ഥതയുടെ ഒരു പ്രാർത്ഥന ഉയരൂലേ? അങ്ങനെയാണ് ജീവിതത്തെ അടയാളപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് പ്രബോധന രംഗത്ത് സജീവമായി നമ്മളുടെ ഭാഗം നിർവഹിക്കാൻ, സഹോദരങ്ങൾ, എല്ലാവർക്കും ഒരേപോലെ കഴിയൊന്നുമില്ല. കഴിയുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം. കഴിയുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ. ഒരിക്കൽ ഒരു മീറ്റിങ്ങിൽ ഒരു ടീമിൻ്റെ ഇപ്പോൾ നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ടൊരു മീറ്റിങ്ങിൽ ബഹുമാന്യനായ പറപ്പൂർ ഉസ്താദ് ഒരു അനുഭവം പറഞ്ഞു. ഉമർ മൗലവി റഹിമഹുള്ളയെക്കുറിച്ച്. മലപ്പുറത്ത് കുന്നുമ്മലുള്ള ഒരാളുടെ വീട്ടിൽ പുലർച്ചെ 3 മണിക്ക് ഉമർ മൗലവി റഹിമഹുള്ള വന്ന് ബെല്ലടിക്കാൻ. അപ്പോൾ ഇതാരായിരിക്കും എന്ന് വിചാരിച്ചിങ്ങനെ അദ്ദേഹം വീട് ഡോറ് തുറന്നു നോക്കിയപ്പോൾ ഉമർ മൗലവിയാണ്. ഒരു സെൽസബിയിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് തന്നെ നിങ്ങളത് വായിക്കണം, പറ്റുകയാണെങ്കിൽ വരി ചേരണേ. ഇപ്പോൾ സുബൈക്ക് 3 മണിക്കായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഉസ്താദ് ഇനിയിപ്പോൾ നേരം വെളുക്കാൻ കുറച്ച് സമയമല്ലേ ഉള്ളൂ, നിങ്ങളിവിടെ കിടന്നോളി, ഇവിടെ നേരം വെളുത്ത് സുബൈസ്കാരം കഴിഞ്ഞ് പോവുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്രേ, അല്ല ഞാൻ എറണാകുളത്തേക്കുള്ള യാത്രയിലാണ്, ഇപ്പോൾ ഇവിടെ ബസ് നിർത്തിയപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബസ് എടുക്കുകയുള്ളൂ പറഞ്ഞു. ആ സമയത്ത് വന്നാണ് ഞാൻ പോവുകയാണ് പറഞ്ഞല്ലോ. എന്നിട്ട് ആ ഓർമ്മകളുടെ തീരത്തൊക്കെ ഷെൽഫിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് നമ്മൾ മുജാഹിദാണ് പറഞ്ഞിട്ട് ഒരു ലഘുലേഖ കൊടുക്കാൻ നമുക്ക് പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ പടച്ചോൻ വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം നടത്തി ഫൈസൽ മൗലവി. അദ്ദേഹം 10 ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കണ്ടായി. അതടങ്ങുന്ന ഒരു ലഘുലേഖ ഇൻഷാ അല്ലാഹ് നമ്മുടെ കൈകളിലേക്ക് വരും. ആ ചോദ്യം എല്ലാ മനുഷ്യന്മാരും കേൾക്കേണ്ട, വായിക്കേണ്ട ചോദ്യങ്ങളാണ്. എന്നിട്ട് ഓരോന്ന് ഉത്തരം കണ്ടെത്തണതിന്. അപ്പോൾ ഓർക്ക് മനസ്സിലാവും എന്താ ദീന്. അപ്പോൾ ഇനി നമുക്കൊരു നിർദ്ദേശം കിട്ടും മേലെന്ന്, ആ ലഘുലേഖ നമ്മളെ പരിസരത്ത് വീടുകൾ കൂടിയൊക്കെ ഒന്ന് കൊടുക്കണം. അതിനായിരിക്കാം സഹോദരങ്ങളെ, അതിനെന്താ നമുക്ക് തടസ്സം? ചിലപ്പോൾ അങ്ങനത്തെ ഒരു ലഘുലേഖ എഴുതിയുണ്ടാക്കലോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രമാണങ്ങളെ നോക്കി ക്രമീകരിക്കലോ നമ്മളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പറ്റിക്കൊള്ളണമെന്നില്ല. അതിന് നമുക്ക് അതിൻ്റേതായ അറിവും കഴിവും അത് പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കാൻ, ആ പറഞ്ഞ വാക്കുകളെ എഴുതിയെടുക്കാൻ അങ്ങനെയൊക്കെ പറ്റുന്ന കുറേ ആളുകളുണ്ടാവും. അവരത് ചെയ്യും. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അത് ആൾക്കാർക്ക് കൊണ്ടേ കൊടുക്കാൻ പറ്റൂലേ? അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നമ്മളാലാകുന്നത് ചെയ്യാൻ നമുക്ക് സാധിക്കണം. 5-മത്തെ കാര്യം മറ്റുള്ളവരുടെ ബന്ധങ്ങൾ നന്നാക്കലാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂ ദർദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉഖ്ബിറുകും ബി അഫ്ളല മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ. മനുഷ്യരെ, നിസ്കാരത്തേക്കാൾ, നോമ്പിനേക്കാൾ, സ്വതക്കയേക്കാൾ ദറജ കൂടിയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? മറ്റേതൊക്കെ ഒന്നുമില്ലാത്തതാണ് എന്നല്ല ഇതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് പറഞ്ഞു, ഖാലു ബലാ യാ റസൂലല്ലാഹ്. സ്വഹാബിമാർ പറഞ്ഞു, റസൂലേ നിങ്ങൾ പറഞ്ഞു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്ലാഹു ദാത്തിൽ ബൈൻ. 2 ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കലാണ്. 2 ആൾക്കാർ കുറേ കാലമായിട്ട് തെറ്റി നിൽക്കുക, അവർക്കിടയിൽ ഒരു നന്മയുണ്ടാക്കാൻ, അവരെ ഒന്ന് നന്നാക്കാൻ നമ്മളെ കൊണ്ടായാൽ അത് അവരുടെ മനസ്സിലുണ്ടാവൂലേ? ഞങ്ങൾ എത്രയോ കാലമായിട്ട് തെറ്റി നിൽക്കുകയായിരുന്നു, അയാളൊരു വാക്ക് പറഞ്ഞിട്ടാണ് അൽഹംദുലില്ലാ നന്നായത്. ഞാനും എൻ്റെ സഹോദരിയും എത്രയോ കാലമായി തെറ്റിലാണ്. അങ്ങനെയോ? ഞാനും എൻ്റെ സഹോദരിയും എത്രയോ കാലമായി തെറ്റി നിൽക്കുകയാണ്. പഠിച്ചോനെ, അയാൾ
എന്നോടൊന്ന് സംസാരിച്ചിട്ടാണ് ഞങ്ങളെ ബന്ധം നന്നായത്. സഹോദരങ്ങളെ, ബന്ധം തെറ്റുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്തറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ലേ, തലേന്ന് നമ്മൾ മുടി ഇങ്ങനെ നീക്കം ചെയ്യണത് പോലെ ഈ തെറ്റുകൾ മനുഷ്യനിൽ നിന്ന് അവൻ്റെ ദീനിനെ തന്നെ കൊണ്ടുപോകും. തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ദീനൊന്നും നോക്കാതെ മറ്റോനെ തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും മനസ്സിലുണ്ടാവുക. അതിന് ചിലപ്പോൾ മനുഷ്യന്മാർ ഇസ്ലാം വെച്ച അതിർവരമ്പുകൾ വരെ ലംഘിച്ച് സിഹിറിൻ്റെയും ഷിർക്കിൻ്റെയും ഒക്കെ വഴിയിലൂടെ വരെ ആൾക്കാർ എന്ത് ചെയ്യും, പോവും. അപ്പം അങ്ങനത്തെ വലിയ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെട്ട് അവരെ നന്നാക്കി എന്ന് പറഞ്ഞാൽ അതെത്ര പ്രതിഫലാർഹമായ കാര്യമായിരിക്കും. നമ്മൾ കാരണം രണ്ടാളുകളുടെ ജീവിതത്തെ നന്നാക്കാനായാൽ, വിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താ? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫാസ്ലിഹൂ ബൈന അഖവൈകും. വിശ്വാസികൾ സഹോദരങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ ഇസ്ലാഹ് ഉണ്ടാക്കണം. രഞ്ജിപ്പുണ്ടാക്കാനും നന്നാക്കാനും സഹോദരങ്ങളെ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അതിന് നമ്മൾ പരിശ്രമിക്കണം. ഇന്ന് പലപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് ആൾക്കാർ നന്നാവല്ലേ ചെയ്യുക. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊരു വാക്കുകൊണ്ട് ചിലപ്പോൾ അതങ്ങോട്ട് എന്ത് ചെയ്താണ് തീരുമാനമായിക്കോളും. ഈ കല്യാണ വിഷയങ്ങളൊക്കെ മധ്യസ്ഥം പറയാൻ പോണ ആൾക്കാരുണ്ടാവും. എങ്ങനെയും പറഞ്ഞ് തെറ്റാളെ കൂട്ടി ഒരുമിച്ച് കൊണ്ടുപോകാനല്ല നോക്കുക, അവിടെ തീരുമാനമാക്കി കൊടുക്കാനാണ് എന്ത് ചെയ്യുക പലപ്പോഴും ആളുകൾ പോവുക. നമ്മളെ കൊണ്ട് ആളുകൾക്കിടയിൽ പ്രശ്നം തീരാൻ, ബന്ധങ്ങളിൽ പരസ്പരമുള്ള അടുപ്പങ്ങളിൽ പ്രശ്നമുള്ള ആളുകൾക്ക് അവരുടെ പ്രശ്നത്തെ തീർക്കാൻ നമ്മളാലാകുമെങ്കിൽ അതിനുള്ള പരിശ്രമം നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ പറഞ്ഞത് ആളുകൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ, രഞ്ജിപ്പുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ ആരെ
രഞ്ജിപ്പുണ്ടാക്കാനും ആരെ ബന്ധം നന്നാക്കാനാണോ നമ്മൾ പരിശ്രമിച്ചത്, ആ ആളുകളുടെ പ്രാർത്ഥന ലഭിക്കാനും അവരുടെ മനസ്സകങ്ങളിൽ നമുക്ക് ഇടം ലഭിക്കാനും നമ്മളുടെ മരണത്തിനപ്പുറവും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കാരണമാകുന്ന ഒരു വിഷയമാണത്. ആറാമത്തത്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക. ഏത് നിലക്കുള്ള ഉപകാരമാണെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടല്ലോ, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യന്മാർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളാണ്. നമുക്കൊക്കെ എന്തൊക്കെ ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റും? ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾ അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ചില ഉപകാരങ്ങളൊന്നുണ്ടല്ലോ, ആളുകൾ പറയില്ലേ, അത് ഞാൻ മറക്കൂല. ആ മറക്കൂല എന്നറിയുന്ന സമയത്ത് സഹോദരങ്ങളെ മനസ്സൊന്ന് ഉയരുന്നൊരു പ്രാർത്ഥന ഉണ്ട്. ചിലപ്പോൾ ചെറിയ വളരെ നിസ്സാരമായ ഒരു കാര്യമായിരിക്കും. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വലിയ പൈസ ഉണ്ടാവും അക്കൗണ്ടിൽ. ചില സ്ഥലത്ത് ചിലപ്പോൾ ഒരു 10 റുപ്യ കൊടുക്കാൻ പോക്കറ്റ് പൈസ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ. ഗൂഗിൾ പേയിൽ പൈസ ഉണ്ടാവും. അതായത് നമ്മൾ 10,000 കടം കൊടുക്കണതിനേക്കാളും ചിലപ്പോൾ ആ 1 റുപ്യ എടുത്താണ്ട് കൊടുക്കൂലേ പോക്കറ്റിൽ നിന്ന്. ചില സമയത്ത് മനുഷ്യൻ കുടുങ്ങണ സമയമല്ലേ അത്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലുള്ള നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം പറഞ്ഞാണ്, നമുക്കൊക്കെ പല നിലക്കുള്ള ഉപകാരങ്ങൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്, നിന്റെ കണ്ണുകൊണ്ട് കണ്ണിന് പ്രയാസമുള്ള ഒരാളെ നീ സഹായിച്ചാൽ നിനക്കത് സ്വതക്കയാണ്. നിന്റെ പാത്രത്തിൽ നിന്ന് നീ മറ്റൊരാൾക്ക് വെള്ളമൊഴിച്ചു കൊടുത്താൽ നിനക്കത് സ്വതക്കയാണ്. വഴി തെറ്റിയ ഒരാൾക്ക് നീ വഴി പറഞ്ഞു കൊടുത്താൽ അത് സ്വതക്കയാണ്. ധാരാളം കാര്യങ്ങൾ ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. കണ്ണിന് പ്രയാസമുള്ള ഒരാൾ, ഇപ്പോൾ അയാൾക്ക് ഒരു സാധനം വായിക്കാൻ ക്ലിയർ ആവില്ല, ചിലപ്പോൾ അയാൾക്ക് വായിച്ചറിയേണ്ട ഒരു അനിവാര്യ കാര്യമാണെങ്കിൽ അത് വായിച്ചു കൊടുക്കുന്നിടത്ത് നമുക്ക് കൂലിയുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പ്രായമായൊരു വല്യപ്പുണ്ട്, വല്യപ്പാക്ക് എന്തോ ഒരു കാര്യം അത് വായിച്ചറിയണം, അത് വായിച്ചു കൊടുക്കുന്നിടത്ത് നമുക്ക് നമ്മൾ അങ്ങനെ ചിന്തിക്കലുണ്ടോ? നമ്മൾ കയ്യിലുള്ള പാത്രത്തിൽ നിന്ന് മറ്റൊരാൾക്ക് കുടിക്കാനുള്ള വെള്ളം, അയാൾക്ക് ആവശ്യമുള്ളൊരു വെള്ളം അയാളുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് നമുക്ക് പ്രതിഫലമുണ്ട്. അതുവരെ കൂലി കിട്ടുന്ന കാര്യമാണെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ. നമ്മളോട് എത്ര ആൾക്കാർ വഴി ചോദിക്കാറുണ്ട്? എത്ര ആൾക്കാർ വഴി ചോദിക്കാറുണ്ട് ഓരോ ദിവസവും? നമ്മൾ വഴിയും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മളെ മനസ്സിൽ പഠിച്ചോനെ നിനക്ക് കൂലിട്ടണം എന്നുള്ളൊരു തേട്ടം ഉണ്ടാവാറുണ്ടോ? കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കല്ലോ മുള്ളോ ഒരു എല്ലിൻ്റെ കഷ്ണമോ ജനങ്ങൾക്ക് ഉപദ്രവമായി നിലനിൽക്കുന്ന എന്തെങ്കിലും ഒന്ന് കാലുകൊണ്ടൊന്ന് തട്ടിയ സൈഡക്ക് ആൾക്കാർക്ക് പ്രയാസമില്ലാത്തടത്തേക്ക് മാറ്റി വെക്കണേന് നമുക്ക് കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലേ. സഹോദരങ്ങളെ, ചില ഉപകാരങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തത് ആളുകളുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. ആ നിലനിൽക്കുന്നിടത്ത് നമുക്ക് ലഭിക്കുന്ന ചില പ്രാർത്ഥനകൾ, നമ്മളൊക്കെ വ്യത്യസ്ത ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ആ ജോലി ചെയ്യുന്നിടത്ത് നമുക്ക് ആൾക്കാർക്ക് എന്തൊക്കെ ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റും? ഞാൻ പറയണത് വഴിവിട്ട് അനർഹമായി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നല്ല പറഞ്ഞത്. നമ്മളൊന്ന് നേരെ ചൊവ്വേ നിയമപരമായി ചെയ്തു കൊടുക്കേണ്ട കാര്യം ചെയ്തു കൊടുത്താൽ തന്നെ എത്ര ആൾക്കാർ എന്തൊക്കെ പ്രശ്നം ചിലപ്പോൾ മാറിക്കിട്ടും. ചില ഉദ്യോഗസ്ഥരുണ്ടാകും, അവരുടെ ഒരു ഒപ്പ് കിട്ടിയാൽ ഒരു സാധുവിൻ്റെ പെര ശരിയാവും. അനർഹമായിട്ട് വഴിവിട്ട രൂപത്തിൽ ചെയ്തു കൊടുക്കണം എന്നല്ല പറഞ്ഞേ. എല്ലാം ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറക്കും. എൻ്റെ നാട്ടിലൊരാളുണ്ടായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ വിശാലാക്കി കൊടുക്കട്ടെ. ഭയങ്കര തമാശക്കാരനായിരുന്നു. അദ്ദേഹം ഓഫീസിലേക്ക് എങ്ങനെ പോകുക അറിയോ? അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു 10 A4 ഉണ്ടാവും, 1-2 പേന ഉണ്ടാവും, കാർബൺ പേപ്പർ ഉണ്ടാവും, അങ്ങനെ കുറേ സാധനം ഉണ്ടാവും. ഒരു അങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്തിനും ഇതുകൊണ്ടൊക്കെ പോണേ? എന്തുകൊണ്ട് പോയാലും എന്തെങ്കിലും ഒരു സാധനം വേണമെന്നറിയാം. ഒന്നുമില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പേപ്പർ വാങ്ങി കൊണ്ടുവരുന്നതിലും പറയും. മൂപ്പരിങ്ങനെ ചോദിക്കണം ഇങ്ങനെ എടുത്തു കൊടുക്കും കവർന്ന്. അതിങ്ങനെ വട്ടം കറക്കിയിട്ട് മൂപ്പരെ അനുഭവം ഉള്ളതുകൊണ്ട് കാർബൺ പേപ്പർ അടക്കം വാങ്ങി കവറിലിട്ട് പോവും. അല്ലെങ്കിൽ ചിലപ്പോൾ പറയാം പിന്നെ ആ സാധനം അല്ല നിങ്ങൾ അടുത്ത ആഴ്ച വരും എന്ന് പറഞ്ഞാൽ അല്ല ഇൻ്റെയൊക്കെ ഉണ്ട് അറിയും.
എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറക്കുക. സഹോദരങ്ങളെ, നമ്മളുടെ ഒപ്പ് കാത്തു നിൽക്കുന്ന ആ സാധുവിന് മഴയും വെയിലും കൊള്ളാതൊരു കൂരയുണ്ടാകാനാണ്. അത് ചെയ്തു കൊടുക്കുന്നിടത്ത് അത്തരം മനസ്സുകളിൽ നിന്ന് ഉയരുന്ന ഒരു തേട്ടമുണ്ട് നമുക്ക് വേണ്ടി. അവരുടെ മനസ്സിലുണ്ടാകും, അയാൾ എന്നത് എനിക്ക് ചെയ്തു തന്നുകൊണ്ടാണ്, അത് ശരിയാക്കി തന്നതുകൊണ്ടാണ്, അയാൾ ഇങ്ങനെ ചെയ്തു തന്നുകൊണ്ടാണ്. ചിലപ്പോൾ ഒരു നേരത്തെ അന്നം കൊണ്ടുപോയി കൊടുക്കൽ വലിയ ഉപകാരമായിരിക്കും. നമ്മളാ കോവിഡിൻ്റെ സമയത്തൊക്കെ അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന സമയത്ത് എത്രയോ ആളുകളിൽ നിന്ന് കേട്ടിട്ടില്ലേ നമ്മൾ, നിങ്ങൾ ആ സമയത്ത് അത് വന്നില്ലായിരുന്നെങ്കിൽ, നിങ്ങളത് കൊണ്ടുവന്ന് തന്നില്ലായിരുന്നു ഒക്കെ പടച്ചോൻ്റെ തൗഫീഖ് കൊണ്ട് അള്ളാൻ്റെ തീരുമാനപ്രകാരം സംഭവിക്കുന്നതാണ്. പക്ഷെ അതിന് കാരണക്കാരാകാൻ നമ്മളുടെ ഭാഗത്തുനിന്നൊരു ശ്രമമുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. സഹോദരങ്ങളെ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് ജീവിക്കാനാവണം നമുക്ക് ഓരോരുത്തർക്കും. ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ, അവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കാൻ, നമ്മൾ അവർക്കൊരു തടസ്സമാകാതിരിക്കാൻ നമ്മളുടെ ഒരു ഇടപെടൽ കൊണ്ട് ഒരാൾക്കൊരു ഉപകാരം കിട്ടിയാൽ അത് ചിലപ്പോൾ അയാൾ അറിയണമെന്ന് കൂടിയില്ല. എല്ലാതും അങ്ങനെ ചെയ്യണം. ചിലപ്പോൾ അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മളൊരു ഫോൺ കോൾ കൊണ്ട് ഒരു സാധു ഭക്ഷണത്തിന് വകയില്ലാതെ അല്ലെങ്കിൽ കുടുംബം മര്യാദക്ക് കൊണ്ടടക്കാൻ കഴിയാത്ത ഒരാളുണ്ടെങ്കിൽ നമുക്കൊരാളെ വിളിച്ച്, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അവിടെ ഒരു കിറ്റ് കൊടുക്കണം കേട്ടോ, നമ്മൾ കൊണ്ട് അതിന് കഴിയൂല, നമുക്ക് സാമ്പത്തിക ശേഷിയില്ല, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ചെയ്തു കൊടുത്തെന്ന് അറിയണമെന്നില്ല. ആ പ്രാർത്ഥന ഉണ്ടാവും, പഠിച്ചോനെ ഇത് എനിക്ക് എത്തിക്കാൻ കാരണക്കാരായ എനിക്ക് കൂലി കൊടുക്കണേന്ന് അയാളൊന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, നമുക്ക് കൂലി കിട്ടുന്ന കാര്യമല്ലേ അത്? എന്തൊക്കെ ഉപകാരങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ആളുകൾക്ക്. നമ്മളുടെ അറിവ് വെച്ച്, കഴിവ് വെച്ച്, നമ്മുടെ സ്വാധീനം വെച്ച്, നമ്മളുടെ ജോലി വെച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യവും അവസരവും അൽഹംദുലില്ലാ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അത് നിർവഹിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ജനങ്ങളിൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ളവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞ ആ ദറജയിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം. ഏഴാമത്തെ കാര്യം, ഉപകാരം ചെയ്തു കൊടുക്കൽ മാത്രമല്ല, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന ഫീ ഷജറത്തിൻ ഖതഅഹാ മിൻ ളഹരി ത്വരീഖ് കാനത് തുഅദി നാസ്. സ്വർഗത്തിൽ ഞാനൊരു മനുഷ്യനെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത? സ്വർഗത്തിൻ്റെ ആസ്വാദനങ്ങളിൽ ആനന്ദിച്ച് നടക്കുകയാണ് ആ മനുഷ്യൻ. സ്വർഗത്തിലെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവിടെ ഇങ്ങനെ സന്തോഷത്താൽ ആനന്ദിച്ച് നടക്കുന്നൊരു മനുഷ്യനെ ഞാൻ കണ്ടു. എന്തിൻ്റെ കാര്യത്തിൽ അറിയോ? ഫീ ഷജറത്തിൻ ഖതഅഹാ മിൻ ളഹരി ത്വരീഖി കാനത് തുഅദി നാസ്. ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കി വഴിയിലുണ്ടായിരുന്ന ഒരു മരം മുറിച്ചു കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ സുഖിച്ചു ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ആ പിലാവിൻ്റെ കൊമ്പ് മുറിച്ചാൻ പറ്റൂല അറിയും. അത് മുറിച്ചാൽ ആ സാധുവിൻ്റെ പെരപ്പണിക്കുള്ള കല്ല് അതിലാണ് കൊണ്ടുപോവുക. അത് മുറിച്ചാൻ പറ്റൂല. മുറിച്ചാതിരുന്നിട്ടോ ഒന്നുമില്ല, അതവിടെ അങ്ങനെ നിൽക്കുക. ആളുകൾക്ക് പ്രയാസം നിന്ന വഴിയരികിൽ ഒരു മരം മുറിച്ചു കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ ആനന്ദിക്കുന്ന മനുഷ്യനെ ഞാൻ കണ്ടു എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം വളരെ പ്രധാനമാണ്. സഹോദരങ്ങളെ, ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ, പ്രയാസങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നമുക്കാവണം. നമ്മൾ 2 അടി മണ്ണ് വിട്ടുകൊടുത്താലേ നമ്മളെ പെങ്ങളെ പേരേക്ക് വണ്ടി പോകും, നമ്മളെ ജ്യേഷ്ഠൻ്റെ മുറ്റത്തേക്ക് വണ്ടി എത്തും. വിട്ടുകൊടുക്കൂല. ആ വഴിൻ്റെ ഭാഗത്ത് വരുന്ന മതിലൊന്ന് വളച്ചിങ്ങനെയാണ് കെട്ടും കൂടിയില്ല, ആ കോണാക്കിയിട്ട് തന്നെ വെക്കും. ഒന്ന് വളച്ചിട്ട് വണ്ടിയാണ് കയറിപ്പോവും. മരിക്കുമ്പോൾ കൊണ്ടുപോവോ? ഇല്ല. ആലോചിച്ച് നോക്കുകയാണ്, എത്രയോ വീടുകൾക്ക് പോകാനുള്ള സ്ഥലത്ത് നമ്മളെ മതിൽ ഒരു ചാണ് ഇപ്പുറത്തേക്ക് കെട്ടിയാൽ ആ സാധുക്കൾക്ക് 10-50 വീട്ടുകൾക്ക് വണ്ടി പോകും. നമ്മൾ ഒരു 2-3 അടി മണ്ണ് വിട്ടുകൊടുത്താൽ, അല്ലെങ്കിൽ ഒരു സെൻറ്റ് പൈസക്കാ പറയണതേ, ആ സാധുക്കളെ നമ്മളോട് ചോദിക്കണത് പൈസ തരാറിട്ടാ ചോദിക്കണത്, എന്നാലും കൊടുക്കൂല. അത് കൊടുത്താൽ ആ നാട്ടിലുള്ള ആ ഏരിയയിലുള്ള എത്ര ആൾക്കാരെ പേരേക്ക് വണ്ടി എത്തും? അവിടുത്തെ എത്ര രോഗികളെ താങ്ങിപ്പിടിച്ച് കൊണ്ടുവരുന്നത് ആ മുറ്റത്തുനിന്ന് വണ്ടി കയറ്റി കൊണ്ടുപോകാൻ പറ്റും? നമ്മളവിടെ കുറച്ച് വഴി വിട്ടുകൊടുത്താൽ അതൊരു പൊതുവഴിയായാൽ എത്ര ആൾക്കാരെ പേരേക്ക് കറണ്ടിനുള്ള സംവിധാനം അതുവഴി പോസ്റ്റ് വരും? എത്ര ആളുകളുടെ, എത്ര തലമുറകളുടെ നന്മകൾക്ക് നമുക്ക് കാരണമാകാൻ കഴിയും.
ഒരു മരം മുറിച്ചു കൊടുത്തതിൻ്റെ പേരിൽ പോലും സ്വർഗത്തിൽ ആനന്ദിക്കാനാകുന്ന മനുഷ്യനുണ്ടെന്നാണ്. നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി. നായക്ക് വെള്ളം കൊടുത്തിട്ടല്ലേ ഒരാൾക്ക് സ്വർഗം കിട്ടിയത്? സഹോദരങ്ങളെ, ഒരു നായക്ക് വെള്ളം കൊടുത്തതിന് സ്വർഗം കിട്ടുമെങ്കിൽ പച്ചയായ മനുഷ്യർക്ക് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾക്കും അവരുടെ പ്രയാസം നീക്കി കൊടുക്കുന്നതിനും എത്ര വലിയ പ്രതിഫലം ഉണ്ടാകും അള്ളാൻ്റെ അടുത്ത്. ഇപ്പോൾ വാപ്പ തീരെ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാത്ത ഒരാളാണ്. വാപ്പാൻ്റെ കാലം കഴിഞ്ഞ് ഓരിഭാഗമൊക്കെ കഴിഞ്ഞിട്ട് മക്കൾ പറയാണ്, എവിടെ ഒരു നമ്മളേതായാലും ഓരി വെക്കണ സമയത്ത് ഓർക്ക് കുറച്ച് ആ വഴിയാണ് വിട്ടുകൊടുത്തോളേ. ആ ആൾക്കാരെ മനസ്സിലെന്താ ഉണ്ടാകുക? അയാളെ കാലൊന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ പെരീക്കുള്ള വഴിയൊന്ന് റെഡിയായതെന്നല്ല ചിന്തിക്കുക. അപ്പം ആ വാപ്പാനെ കുറിച്ചുള്ള ചിത്രം എന്താണ്? ആ മക്കളെ കുറിച്ചുണ്ടായ ചിത്രം എന്താണ്? അതുകൊണ്ട് ആളുകളുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവരുടെ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കാൻ, ഉപദ്രവിക്കാതിരിക്കാൻ നമ്മളെ കൊണ്ടാകുമെങ്കിൽ സഹോദരങ്ങളെ, അതിന് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക എന്നത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന്, 8ാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു ത്വയ്റുൻ ഔ ഇൻസാൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സ്വദഖ. ഒരാളൊരു കൃഷി ചെയ്തു, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മരമോ ചെടിയോ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്ന് പക്ഷികളോ മൃഗങ്ങളോ മനുഷ്യരോ അതിൽ നിന്ന് ഭക്ഷിച്ചാലും അയാൾക്ക് സ്വതക്കയാണ്. നമ്മളൊരു മരം നട്ടു, ആ മരം നട്ടതിൽ നിന്ന് ആര് കഴിച്ചാലും അത് സ്വതക്കയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ ലോകാവസാനം സംഭവിക്കുന്ന സമയത്ത്, ഖിയാമത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ അടുത്തൊരു മരത്തൈ കൈ കിട്ടുകയാണെങ്കിലും നിങ്ങളത് കൊണ്ടുപോയി മണ്ണിൽ വെച്ച് അത് കൃഷി ചെയ്തോളി. ആൾക്കാർക്ക് ഉപകാരം കിട്ടുന്ന കാര്യമാണ്. നമ്മളെങ്ങാനും ഒരു മാവ് ഇപ്പം ഒക്കെ നട്ടുപിടിപ്പിച്ചേക്കാറ്, അതിമൊന്നൊരു മാങ്ങ എങ്ങാനും റോട്ടിൽ കൂടി പോണ സ്കൂൾ കുട്ടികൾ എടുത്താൽ മതി, നമുക്ക് ഇങ്ങോട്ട് കലി കയറും. റോട്ടിക്ക് വീണതാണ്, ദൈറ്റ് കൊണ്ടുപോയിക്കോട്ടെ. അതിമൊന്നൊരു പക്ഷി കൊത്തിയെടുത്താൽ പോലും അതിന് നമുക്ക് കൂലിയുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ. അപ്പോൾ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അങ്ങനെ കുറച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ അങ്ങനെ കുറച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ നമ്മൾ കൊണ്ട് പറ്റിയാൽ അതുമൊന്ന് ആരൊക്കെ ഭക്ഷിക്കും, ആരൊക്കെ അതിൻ്റെ തണൽ ഉപയോഗിക്കും, അതിനൊക്കെ നമുക്ക് കൂലി കിട്ടും. ചിലപ്പോൾ നമുക്കും ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അല്ലേ? നമ്മളിപ്പോൾ ഈ പ്രായത്തിലൊരു മാവ് അതിൻ്റെ തൈ കൊണ്ടുവന്ന് മണ്ണിൽ കുഴിച്ചിട്ടാൽ അത് ഫലം കഴിച്ച് അതിന്ന് തിന്നാൽ നമുക്ക് യോഗം ഉണ്ടാകുമോ? അറിയില്ല. പക്ഷെ നമ്മളെ കാലം കഴിഞ്ഞിട്ടും ഒരു പക്ഷിക്കുഞ്ഞെങ്കിലും അതിന്ന് ഭക്ഷിച്ചാൽ നമുക്കതിൻ്റെ കൂലി കിട്ടും. ഒരു കാര്യം നമ്മൾ പറഞ്ഞു വന്നത്, നമുക്ക് ആളുകൾക്കിടയിൽ നാം ജീവിച്ചതിൻ്റെ അടയാളങ്ങളെ ബാക്കിയാക്കാനുള്ള ചില വഴികളാണ്. 8 കാര്യങ്ങൾ നമ്മുടെ സംസാരത്തിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊന്ന്, മാന്യമായ സ്വഭാവമുണ്ടാവുകയും ജനങ്ങളോട് ഏറ്റവും മാന്യമായി പെരുമാറുകയും ചെയ്യുക എന്നതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുറബി ജനാസത്തിൻ ഫഉസ്നിയ അലൈഹ ഖൈറ. ഒരു ജനാസ കൊണ്ടുപോകപ്പെട്ടു. ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ്റെ നന്മകളെക്കുറിച്ച് ആളുകൾ വാഴ്ത്തി പറഞ്ഞു. ഫഖാല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വജബത്ത് വജബത്ത് വജബത്ത്. വമുറബി ജനാസത്തിൻ, മറ്റൊരു ജനാസയുമായി കടന്നു പോകുന്ന വേളയിൽ ഫഉസ്നിയ അലൈഹ ഷർറ, ആളുകൾ അയാളെ കൊണ്ടുണ്ടായ പ്രയാസങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഫഖാല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വജബത്ത് വജബത്ത് വജബത്ത്. ഖാല ഉമർ ഫിദൻ ലക അബി വ ഉമ്മി മുറ ബിജനാസത്തിൻ ഫഉസ്നി അലൈഹാ ഖൈറാ ഫഖുൽത വജബത്ത് 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 വമുറ ബിജനാസത്തിൻ ഫഉസ്നി അലൈഹാ ശർറാ ഫഉസ്നി അലൈഹാ ശർറുൻ ഫഖുൽത വജബത്ത് വജബത്ത് വജബത്ത്. റസൂലേ, ഒരു ജനാസ കൊണ്ടുപോകുന്ന വേളയിൽ അയാളുടെ ഖൈറ് പറഞ്ഞപ്പോഴും മറ്റൊരിക്കൽ ഒരാളുടെ ജനാസയുമായി പോകുമ്പോൾ ഷർറ് പറഞ്ഞപ്പോഴും നിങ്ങൾ പറഞ്ഞത് വജബത്ത് എന്നാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, റസൂലെ, എന്താണ് നിങ്ങളങ്ങനെ പറയാനുള്ള കാരണം? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്നൈതും അലൈഹി ഖൈറാ വജബത് ലഹുൽ ജന്ന. നിങ്ങൾ ആരെക്കുറിച്ചാണോ ഖൈറു പറഞ്ഞത് അയാൾക്ക് സ്വർഗം ഉറപ്പായിരിക്കുന്നു. വമൻ അസ്നൈതും അലൈഹി ശർറ, നിങ്ങൾ ആരുടെ ഷർറിനെ കുറിച്ചാണോ പറഞ്ഞത് വജബത് ലഹുന്നാർ, അയാൾക്ക് നരകവും ഉറപ്പാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ്. 3 തവണ ഹദീസിൽ നമുക്കത് കാണാം. സ്വഹീഹ് മുസ്ലിമിലാണ് ആ ഹദീസ്. ഇത് വല്ലാത്തൊരു പാഠമാണ് സഹോദരങ്ങളെ. നമ്മളുടെ കാലശേഷം ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്തായിരിക്കും പറയുക? അവരോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച്. നമ്മൾ നിസ്കാരത്തിന് 1-ാമത്തെ സൊഫയിലുണ്ടാവും, ഒറ്റയ്ക്ക് വെച്ചല്ലസിൻ്റെ ക്ലാസ് ഒഴിവാക്കില്ല. പക്ഷെ ഭാര്യയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? നമ്മൾ മരിച്ചാൽ ഭാര്യൻ്റെ മനസ്സിൽ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് എന്താ ഉണ്ടാകുക? നമ്മളെക്കുറിച്ച് അയൽവാസിയുടെ അഭിപ്രായം എന്താണ്? നമ്മളെ കാലശേഷം നാട്ടുകാർ നമ്മളെക്കുറിച്ച് എന്താ പറയുക? ഇത് വളരെ പ്രധാനമാണ്. നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയായാൽ ആളുകൾ നമ്മളെക്കുറിച്ച് പറയില്ലേ, അയാളൊരു നല്ല മനുഷ്യനായിരുന്നു, അയാൾ ഇന്ന കാര്യത്തിലൊക്കെ നമുക്ക് മാതൃകയായിരുന്നു. അങ്ങനെ ആളുകൾ പറയുന്നൊരവസ്ഥയുണ്ടായാൽ അത് നമുക്ക് സ്വർഗം കിട്ടാനുള്ള വഴിയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ അധ്യാപനത്തിലുള്ളത്. അതുകൊണ്ട് ആളുകളോടുള്ള നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും നന്നാക്കാൻ നമുക്ക് സാധിക്കണം. മാന്യമായി സംസാരിക്കുന്ന, ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെടുന്ന അവസ്ഥ നമുക്കുണ്ടാകണം. നന്മകളിൽ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന സ്വഭാവത്തിൻ്റെ ഉടമയാകണം. നമ്മളെ കാലം കഴിഞ്ഞാലും ആളുകൾ നമ്മളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. നമ്മുടെ ഈ പള്ളിയിൽ പല കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന നമ്മുടെ ഒരു സഹോദരനുണ്ടായിരുന്നു, അല്ലേ, ഷിജിത്ത്. ഞാൻ ആ സഹോദരനുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എത്ര ആളുകളുടെ മനസ്സും എത്ര ആളുകളുടെ ചുണ്ടും ആ പേര് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എന്തുകൊണ്ട് 2 വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിന് നിലനിൽക്കാനാകുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കുറേ നന്മകൾ നമ്മൾ എണ്ണിപ്പറഞ്ഞു. എല്ലാറ്റിലും തന്നാലാകുന്ന വിധം ഇടപെടാൻ അദ്ദേഹം ശ്രമിച്ചു. മാന്യമായി നമുക്കിടയിൽ ജീവിച്ചു, മാന്യമായി നമ്മളോട് സംസാരിച്ചു, മാന്യമായി പെരുമാറി. അള്ളാഹുവിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ച് 2 വർഷത്തിനിപ്പുറവും നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു. നമ്മുടെ മനസ്സുകൾ ഓർക്കുന്നു, ചുണ്ടുകൾ ആ പേര് പറയുന്നു. അത്തരമൊരവസ്ഥയുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. എന്തൊക്കെ ചെയ്താലും ആളുകൾ എന്താ പറയുക, സംഗതി എന്തൊക്കെയാണെങ്കിലും ഉണ്ടല്ലോ, അത് ഞാൻ മറക്കൂല എന്ന് പറയാവുന്ന എന്തെങ്കിലും ഒന്ന് നമ്മളെടുത്തുനിന്ന് ഉണ്ടാകുമോ? നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യ, പക്ഷെ നമ്മൾ പറഞ്ഞ ഏതോ ഒരു വാക്ക് ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ടാവുമോ? അന്ന് എന്നോടാ പറഞ്ഞ വാക്കുണ്ടല്ലോ, നമ്മളോട് ഇപ്പോൾ പറയലൊന്നുമില്ല, ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കലുമില്ല, പക്ഷെ അവരുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടാകുമോ നമ്മൾ പറഞ്ഞ ഏതോ ഒരു വേദനിപ്പിക്കുന്നൊരു വാക്ക്? അകാരണമായി നമ്മൾ കുറ്റപ്പെടുത്തിയൊരു കുറ്റപ്പെടുത്തൽ, നമ്മളടുത്തു നിന്നുണ്ടായ ഏതോ ഒരു പെരുമാറ്റം, അങ്ങാടിയിൽ നമ്മൾ സംസാരിച്ച ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ, നമ്മുടെ കടയിൽ കയറി വരുന്ന ഒരു കസ്റ്റമറുടെ മനസ്സിൽ, നമ്മളുടെ വണ്ടിയിൽ യാത്ര ചെയ്ത
ഒരു യാത്രക്കാരൻ്റെ മനസ്സിൽ കുറഞ്ഞ നേരത്തെ സമയത്തെ നമ്മളുടെ ഇടപഴകൽ അയാളിൽ നമ്മളെക്കുറിച്ച് സമ്മാനിച്ചത് എന്തായിരിക്കും? സുമാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ അദ്ദേഹം കഴിഞ്ഞുകൂടുന്ന ആ ഒരു സമയം അതുല്യമായി നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം കാണുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, യാ മുഹമ്മദ് വല്ലാഹി മാ കാന അലൽ അർളി വജ്ഹുൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക്. റസൂലേ, താങ്കളുടെ മുഖത്തോളം എനിക്ക് ദേഷ്യമുണ്ടായിരുന്നൊരു മുഖവുമില്ല ഈ ഭൂമിയിൽ. ഫഖദ് അസ്ബഹ വജ്ഹുക അഹബ്ബൽ വുജൂഹി ഇലയ്യ. എന്നാൽ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങയുടെ മുഖമാണ്. വല്ലാഹി മാ കാന മിൻ ദീനിൻ അബ്ഗള ഇലയ്യ മിൻ ദീനിക്. താങ്കളുടെ മതത്തോളം എനിക്ക് വെറുപ്പുള്ളൊരു മതവും ഉണ്ടായിരുന്നില്ല. ഫഅസ്ബഹ ദീനുക അഹബ്ബദ്ദീൻ ഇലയ്യ. ഇന്ന് നിങ്ങൾ കൊണ്ടുവന്ന നിങ്ങളുടെ ഈ മതമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതം. വല്ലാഹി മാ കാന മിൻ ബലദിൻ അബ്ഗളു ഇലയ്യ മിൻ ബലദിക്. താങ്കളുടെ ഈ നാടിനോളം വെറുപ്പുള്ളൊരു മണ്ണും എനിക്കുണ്ടായിരുന്നില്ല. ഫഅസ്ബഹ ബലദുക അഹബ്ബൽ ബിലാദി ഇലയ്യ. ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മണ്ണ് അങ്ങ് ജീവിക്കുന്ന ഈ മണ്ണാണ് എന്ന് സുമാമ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്തുണ്ടായതറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയോട് ചേർന്ന് അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി. സ്വഹാബത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഏതാനും രാവും പകലും കണ്ടനുഭവിക്കാൻ അവസരമുണ്ടായപ്പോൾ തുമാമത്ത് ബിൻ ഉസാൽ അന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണത്. നമ്മളെ കണ്ടിട്ട് നമ്മളോടുള്ള പെരുമാറ്റത്തിൽ നമ്മളെ കൂടെ 2 ദിവസം ഒരു യാത്രയിലുണ്ടായ ഒരാൾക്ക്, നമ്മളുടെ വീട്ടിലേക്ക് വിരുന്നു വന്ന ഒരു വിരുന്നുകാരന്, നമ്മളുടെ അയൽവാസിക്ക്, നാം സാധനങ്ങൾ വാങ്ങുന്ന കടയിലെ കച്ചവടക്കാരന് നമ്മൾ മരിച്ച എന്താ നമ്മളെക്കുറിച്ച് പറയേണ്ടാകുക? അത് വളരെ പ്രധാനമാണ്. ഓരോ പെണ്ണും ആലോചിക്കുക, അയൽപ്പക്കത്തുള്ള ഓരോരുത്തർക്കും നമ്മളെക്കുറിച്ച് എന്തു പറയാനുണ്ടാകും? നമ്മൾ സഹായിച്ചതാണോ പറയണ്ടാകുക? നമ്മൾ അയൽപ്പക്കത്ത് ജീവിച്ചത് അവർക്കൊരു സമാധാനമായിരുന്നു എന്നാണോ പറയുക? എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവിടുന്ന് നമ്മൾ വീട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നാൽ അവരുടെ കണ്ണീരിൻ്റെ സാക്ഷ്യമുണ്ടാകുമോ? നിങ്ങളൊക്കെ പോകുകയാണല്ലോ എന്ന് ചിന്തിച്ച് നമ്മളെക്കുറിച്ച് ആലോചിച്ചവർക്കറിയോ? അതോ ആശ്വാസമാണ് ഉണ്ടാകുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഒരു ജനാസ കൊണ്ടുപോകുന്ന വേളയിൽ പറഞ്ഞൊരു വാക്കുണ്ട്, മുസ്തരിഅഹുൻ ഔ മുസ്തറാഹുമിൻ. അയാൾ വിശ്രമിക്കാനാണോ, വിശ്രമം നൽകിയാണോ, ആശ്വസിക്കാനാണോ, ആശ്വാസം നൽകിയാണോ അയാൾ പോകുന്നത്? സ്വഹാബത്ത് ചോദിച്ചു, റസൂലേ, എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചില മനുഷ്യന്മാരുണ്ട്, ഓരോ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ കുറേ പ്രയാസവും ബുദ്ധിമുട്ടുണ്ടാവും. ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ പല നിലക്കുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും. മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് പോണത് ആശ്വസിക്കാനും വിശ്രമിക്കാനും ഇനിയൊരു പ്രശ്നമല്ല. അങ്ങനെ ആയിരിക്കുമോ ആ മനുഷ്യൻ പോകുന്നത്? അതല്ല, വേറെ ചില ആളുകളുണ്ട്, ഓല് ജീവിച്ചതുകൊണ്ട് നാട്ടുകാർക്ക് മൊത്തം ഇടങ്ങാറായിരിക്കും. നാട്ടുകാരെ കുറിച്ച് മാത്രമല്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഇബാദു വൽ ബിലാദു വശ്ശജറു വദ്ദവാബ്. ഓല് ജീവിച്ച നാടും നാട്ടിലത്തെ മനുഷ്യന്മാരും അവിടുത്തെ മരങ്ങൾക്കും മൃഗങ്ങൾക്കും വരെ ഓലണ് മരിച്ചപ്പോൾ വല്ലാത്തൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെയായിരിക്കും നമ്മൾ ഖബറിലേക്ക് പോകുക? നമ്മൾ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ വെച്ചിട്ട് ആൾക്കാർ തിരിച്ചു വന്ന് പള്ളിത്തുണ്ടും വരുന്ന എന്താ പറയാ? അത് വളരെ പ്രധാനമാണ്. ഓനൊക്കെ ഒരു സംഭവമായിരുന്നു പറയാൻ വേണ്ടിയിട്ടല്ല. നമ്മളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, നമ്മൾ പെരുമാറ്റത്തിൻ്റെ, നമ്മളുടെ ഇന്നലകളിലെ സംസാരത്തിൻ്റെ രംഗങ്ങൾ കടന്നു വരുമ്പോൾ, സോനെ അന്നോനിൻ്റെ ഒരു തെറ്റ് തിരുത്തി തന്നെ ഒരു രീതിയുണ്ട്. 4 ആളടിയെന്ന് പറയായിരുന്നു,
ഒഴിഞ്ഞുകൊണ്ടുപോയി തോള് കൈയിട്ട് എനിക്ക് അത് തിരുത്തി തന്ന അന്നാണ് ഞാനത് നന്നായത്. അന്നും എന്നോട് പറഞ്ഞ വാക്കാണ് ഞാൻ ഈ പള്ളിക്കത്തുള്ള കാരണം. എന്നോടിന്ന് വരെ ചൂടാകാത്ത പെരുമാറ്റമായിരുന്നു. എന്തായിരിക്കും നമ്മളെക്കുറിച്ച് പറയുക? അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നന്നാക്കണം. എന്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആൾ കൂടിയത്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. റസൂലേ, താങ്കളൊരു മൃദുലമായി പെരുമാറുന്ന ആളായതുകൊണ്ടാണ് അവർ നിങ്ങളുടെ കൂടെ കൂടിയത്. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. കഠിന ഹൃദയത്തിൻ്റെ പരുഷ സ്വഭാവത്തിൻ്റെ ആളായിരുന്നു താങ്കളെങ്കിൽ നിങ്ങളെ വിട്ടോരെന്നോ പോകുമായിരുന്നു. മാന്യമായി പെരുമാറി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം ചരിത്രത്തിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ അടുത്ത് നിന്ന് പണം കടമായി വാങ്ങി. സമയമാകുന്നതിൻ്റെ മുൻപ് ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമയമായിട്ടില്ലല്ലോ. അന്ന് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റപ്പെടുത്തി. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളല്ലെങ്കിൽ ഈ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളൊക്കെ എങ്ങനെയാണ്, പൈസ വാങ്ങിയാൽ തരൂല. അല്ലാത്ത സങ്കടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കുറ്റപ്പെടുത്തി. ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ എഴുന്നേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടങ്ങിയിരിക്കുക, ഞാനല്ലേ മൂപ്പരടുത്ത് നിന്ന് പൈസ വാങ്ങിയത്, മൂപ്പര് പറയട്ടെ. ഒരൽപ്പം പണം സ്വരൂപിച്ച് ഉമർ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുത്തു വിട്ടു. അദ്ദേഹം അത് വാങ്ങി. അതിൽ കടം കൊടുത്തതിനേക്കാൾ കുറച്ച് പൈസ അധികമുണ്ട്. ഞാൻ പറഞ്ഞു, ഇതിൽ റസൂല് നിങ്ങളൊക്കെ ഒന്ന് വാങ്ങിയ പൈസയുണ്ട്, ഞാൻ നിങ്ങളോട് കുറച്ച് ദേഷ്യപ്പെട്ടില്ലേ, അതിനുള്ളൊരു പരിഹാരമായിട്ട് കുറച്ച് പൈസ ഇതിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നമ്മളെ പെരുമാറ്റം എന്താ? നമ്മളെ സ്വഭാവം എന്താ? നമ്മളെ എങ്ങനെ മരണശേഷം ആളുകൾ ഓർക്കും എന്നത് പ്രധാനമാണ്. നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഫഹ്മി ഫറാസ്, അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദാഴി. അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അടുത്ത് തസ്ബീഹ് ചൊല്ലുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് നിന്നിരുന്നത്, കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹം ആ ഖബറിൻ്റെ അരികിലേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ താടിയിലൂടെ തസ്ബീഹ് ചൊല്ലുമ്പോൾ കണ്ണുനീരിറ്റു വീഴുന്നത് ഇങ്ങനെ കണ്ടു. ഒരു രക്തബന്ധമോ കുടുംബബന്ധമോ ഒന്നും അവർക്കിടയിലില്ല. ആയ കാലത്ത് ചില നന്മകൾ ചെയ്യാൻ പരിശ്രമിച്ചപ്പോൾ ആളുകൾ ഓടിയെത്തിയതാണ്. നമ്മളുടെ ജീവിതത്തെ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളിൽ ഇടപെടാനും അവരോട് മാന്യമായി പെരുമാറാനും ആളുകൾക്ക് നന്മ ചെയ്തു കൊടുക്കാനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധന രംഗത്ത് ഇടപെടാനും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, സഹോദരങ്ങളെ, കാലശേഷം ആളുകൾ നമ്മളുടെ നന്മകളെക്കുറിച്ച് സംസാരിക്കും. അതുകൊണ്ട് നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകാൻ, എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. 9 കാര്യമാണ് ഞാൻ നിങ്ങളോട് എണ്ണിപ്പറഞ്ഞത്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട് തൗഹീദ് അടക്കമുള്ള കാര്യങ്ങളെ ആളുകൾ ദുർവ്യാഖ്യാനിക്കുന്ന ശിർക്കിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കാലത്ത് നമ്മൾ പ്രബോധകരാകണം എന്നതാണ് ഓർമ്മപ്പെടുത്തിയത്. നമ്മൾ ആളുകൾക്ക് നന്മ ചെയ്തു കൊടുക്കുന്ന ഉപകാരമുള്ള മനുഷ്യരാകണം. അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുന്ന ആളുകളാകണം. നമുക്കറിവുണ്ടാകണം, ആ അറിവിനെ പകർന്നു കൊടുക്കണം. ജാരിയായ സ്വതക്കകളിൽ നമ്മളുടെ പങ്കാളിത്തം ഉണ്ടാകണം. എത്ര സംവിധാനങ്ങൾ നമുക്കുണ്ട്. കുറച്ചും കൂടി അങ്ങോട്ട് യാത്ര ചെയ്താൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വലിയ സൗദം ഉയർന്നു വരുന്നുണ്ട്. അല്ലാഹു അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കക്കാട് പ്രൊജക്റ്റ് നമുക്ക് വിജയിപ്പിച്ച് തരുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളുടെ ഭാഗമായി അതിലെന്തുണ്ടാകും? ആളുകൾ അവിടെ സുജൂദ് ചെയ്യും. ആളുകൾ അവിടുന്ന് ദീന് പഠിക്കും. ആളുകൾ അവരുടെ ദീനിയായ വളർച്ചക്കും സാമൂഹിക പുരോഗതിക്കും വിവിധങ്ങളായ രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്ന കാലത്ത് നമ്മളിൽ ചിലരെങ്കിലും മണ്ണിലായിരിക്കും. നമുക്ക്
നമ്മളുടെ ഖബറിലേക്ക് നന്മ കിട്ടുന്ന എന്തോഹരി നമുക്കതിലേക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, നമ്മൾ ആലോചിക്കണം. കൊടുത്തവർ അതിൻ്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ജാരിയായ സ്വതക്ക നിർവഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാനാകുമോ, നേരത്തെ പറഞ്ഞ 9 കാര്യങ്ങളിൽ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ ഇടപെട്ട് നന്മയുടെ ആളുകളായി സഹോദരങ്ങളെ തിരിച്ചു പോകുമ്പോൾ സന്തോഷപ്രദമായ ഒരു യാത്രയയപ്പിന് സാക്ഷികളാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നന്മ എനിക്ക് സവിശേഷമായി എന്തു കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പം ചിലപ്പോൾ സമയമുള്ള ആളുകൾക്ക് പ്രസംഗങ്ങളും ക്ലാസ്സുകളും ഒക്കെ കേട്ടിട്ട് അതിങ്ങനെ എഴുതിയെടുത്താൽ ചിലപ്പോൾ അതൊരു ലഘുലേഖയാക്കാൻ പറ്റും. അതിന് കുറേ സമയമൊന്നും വേണ്ട. അങ്ങനെ ഒരു ലഘുലേഖ എന്നെക്കൊണ്ട് ഉണ്ടാക്കിയ ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമോ? എനിക്കൊരു 4 ആളെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ? എൻ്റെ ഒരു നിർദ്ദേശപ്രകാരം എന്തെങ്കിലും ഒരു നന്മ ഇവിടെ തുടങ്ങി അതിൻ്റെ അനന്തരം പറ്റാനുള്ള അവസ്ഥ എനിക്കുണ്ടാകുമോ? ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാകും. നമ്മൾ ചെയ്ത ആ ഒരു എന്തെങ്കിലും ഒരു പണി നാം ഇവിടെ ജീവിച്ചു എന്നതിൻ്റെ അടയാളമായി ഇവിടെ ബാക്കി നിൽക്കും. ആയിരങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തും. നാം നട്ടുപിടിപ്പിച്ച ഒരു മരത്തിൻ്റെ തണലിൽ ചൂടുള്ള പകലുകളിൽ ആളുകൾ വിശ്രമിക്കും. അതിൻ്റെ പഴങ്ങൾ അവർ ഭക്ഷിക്കും. അതിൻ്റെ പഴങ്ങൾ പക്ഷികൾ കൊത്തിയെടുക്കും. നമ്മുടെ ഖബറിലേക്ക് കൂലി കിട്ടും. നാം വെട്ടിക്കൊടുത്തൊരു വഴിയിലൂടെ ആളുകൾ സഞ്ചരിക്കും. അവരുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുമ്പോൾ നമ്മുടെ ഖബറിലേക്ക് അതൊരു നന്മയായി കടന്നു വരും. അങ്ങനെ ജീവിച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ എന്നത് ആളുകളുടെ മനസ്സിൽ അടയാളപ്പെടുത്തി വെക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ലോകത്ത് ഏത് സ്വഹാബിയുടെയാണ്, ഏത് പ്രവാചകൻ്റെയാണ് പ്രതിമയുള്ളത്? ഒരു പ്രവാചകൻ്റെയും പ്രതിമ ലോകത്തില്ല. ഒരു സ്വഹാബിയുടെയും പ്രതിമ ലോകത്തില്ല. എന്നിട്ടും അവർ ഓർക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? അവർ നന്മയുടെ വക്താക്കളായിരുന്നു. നന്മ ചെയ്തത് കൊണ്ടാണ്. സഹോദരങ്ങളെ, ഈ നന്മയുടെ വക്താവായി അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിച്ചു എന്നതല്ലാത്ത എന്ത് ക്വാളിറ്റിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടാകുമായിരുന്നത്? വർണ്ണം കൊണ്ട്, തറവാടിത്തം കൊണ്ട്, സമ്പത്തുകൊണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം അറിയപ്പെടുമായിരുന്നത്? പക്ഷേ അദ്ദേഹം ഇന്നും നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ അടയാളമായി ബിലാൽ റളിയല്ലാഹു അൻഹു അവശേഷിക്കുന്നത് അദ്ദേഹം ഈ നന്മയുടെ വക്താവായതുകൊണ്ടാണ്. നമ്മുടെ തറവാടിനേക്കാളും വലിയ തറവാട്ടുകാരുണ്ടാകും. നാം സമ്പാദിച്ചതിനേക്കാളും വലിയ സമ്പാദ്യമുള്ളവരുണ്ടാകും. അതുകൊണ്ട് അതിൻ്റെ പേരിലൊന്നും ഓർക്കപ്പെടണമെന്നില്ല. അതിൻ്റെ പേരിലൊന്നും നമ്മൾ സ്മരിക്കപ്പെടണമെന്നില്ല. നാം ജീവിക്കുന്നതിനേക്കാളും നല്ല സൗകര്യമുള്ളൊരു ജീവിതം കിട്ടിയാൽ ഒരുപക്ഷെ മക്കൾ പോലും നമ്മളെ മറന്നുപോയി എന്ന് വരും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇടപെട്ട ഇടപെടലുകളുണ്ടല്ലോ, അത് മനുഷ്യരുടെ മനസ്സിലുണ്ടാവും. അത് പ്രാർത്ഥനയായി നമ്മുടെ ഖബറിലേക്കെത്തും, നമ്മുടെ കർമ്മരേഖയിലേക്കെത്തും. അതുകൊണ്ട് ജീവിതം, നേരത്തെ പറഞ്ഞ അഹ്മദ് ഷൗക്കിയുടെ വാക്ക് വളരെ പ്രധാനമാണ്. അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിലർ ജീവിതകാലത്തേ മരിച്ചുപോയ മനുഷ്യരും, വേറെ ചിലർ മരിച്ചു മണ്ണടിഞ്ഞിട്ടും ആളുകൾക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ, അവരുടെ അധ്വാനം കൊണ്ട്. വളരെ വളരെ ചെറിയ ചെറിയ പ്രായം എടുത്തു നോക്കുകയാണെങ്കിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട എല്ലാ സ്വഹാബിമാരും അവരിസ്ലാമിലേക്ക് കടന്നു വന്ന കാലം ഏറിയാൽ ഒരു 37-38 വയസ്സിൻ്റെ താഴെയാണ് എല്ലാവരുടെയും പ്രായം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 38ലും താഴെ പ്രായത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ മനുഷ്യന്മാരെ കുറിച്ചാണ് പറഞ്ഞത് അവർക്ക് സ്വർഗമുണ്ട്. അതുകൊണ്ട് കുറേ കാലം അങ്ങോട്ട് ജീവിക്കുക എന്നുള്ളതൊന്നുമല്ല. ജീവിച്ച കാലം എന്ത് നമ്മൾ ചെയ്തു വെച്ചു ഇവിടെ എന്നതാണ് വളരെ പ്രധാനം.
അത് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന, അവർക്ക് നന്മയായി അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന, അവരുടെ പ്രാർത്ഥനയായി നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ബാക്കി വെച്ച് പോകാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ഒരു നന്മയെങ്കിലും എന്നിലധികമുണ്ടായിരുന്നെങ്കിലെന്ന് ചിന്തിക്കുന്ന ഇടമാണ് പരലോകം. മാതാപിതാക്കളിൽ നിന്ന്, ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് മനുഷ്യർ ഓടിയകലുന്ന യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ, മാതാവിൽ നിന്ന്, പിതാവിൽ നിന്ന്, സഹോദരനിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന് ഓടിയകലുന്ന ദിനമാണ് പരലോകമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. ആയത്തിൻ്റെ വിശദീകരണങ്ങളിൽ ചില തഫ്സീറുകളിൽ കാണാം, നന്മയും തിന്മയും തുല്യമായ ചില മനുഷ്യർ, അല്ലെങ്കിൽ ഒരു നന്മയെങ്കിലും അധികമുണ്ടായിരുന്നെങ്കിൽ സ്വർഗത്തിന് അർഹരാകായിരുന്നല്ലോ എന്ന അവസ്ഥയുള്ള ചില മനുഷ്യർ അവിടെ വന്ന് ഉമ്മയോട്, ഭാര്യയോട്, ഉപ്പയോട്, മക്കളോട് നിങ്ങളുടെ ഒരു നന്മ എനിക്ക് തരുമോ എന്ന് ചോദിക്കുമെന്നാണ്. ആ സമയത്ത് ഒരാളും ഒരാളുടെ നന്മ പങ്കുവെക്കാൻ ശ്രമിക്കുകയില്ല, ശ്രമിച്ചാലും അത് സാധ്യമാവുകയില്ല എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവിടെ വിലപിക്കുന്നതിനേക്കാളും മരിച്ചാലും മുറിയാത്ത നന്മകളെ ഇവിടെ ഉണ്ടാക്കി വെച്ച് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനെന്തു പറ്റും? ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്, അറിവനുസരിച്ച്, കഴിവനുസരിച്ച്, സാഹചര്യമനുസരിച്ച് എനിക്ക് എൻ്റെത് സ്വന്തമാക്കി ബാക്കി വെച്ച് പോകാനാകുമെന്ന് സഹോദരങ്ങളെ ചിന്തിക്കുക, പ്ലാൻ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചിലത് തുടങ്ങി വെക്കാനും തുടർത്തി കൊണ്ടുപോകാനും നമ്മൾ പരിശ്രമിക്കുക. കാണുന്ന ഒരാളോടെങ്കിലും ഈ നന്മയെക്കുറിച്ച് സംസാരിക്കുക. നമുക്ക് കുറേ സംസാരിക്കാൻ അറിയില്ലെങ്കിലും ഒരാളോട്, ഇപ്പോൾ ജുമാക്ക് എത്ര ആൾ വരുന്നുണ്ടാവും ഇവിടെ? ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോണ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ജുമാക്ക് വരുന്നുണ്ട്, QHLS മൂപ്പരുണ്ടാകാറില്ല. ഒരാളോട് നമുക്ക് നിങ്ങളൊന്നാ ക്ലാസ്സിന് വരണട്ടോ എന്ന് പറയാൻ അതിനിപ്പോൾ എത്ര സമയം നമുക്ക് വേണ്ടത്? ഒരു പക്ഷേ അയാളുടെ ജീവിതം മുഴുവൻ നന്നാകാൻ നമ്മുടെ ഒരു വിളി പടച്ചോന് തൗഫീഖ് ഉണ്ടെങ്കിൽ അത് മതിയാകും. അങ്ങനെ ചിലതൊക്കെ സമ്പാദിച്ചു വെക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും നമ്മെ തുണക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും മരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും പടച്ച റബ്ബ് മഗ്ഫിറത്തേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാം ഖബറിടങ്ങൾക്ക് റബ്ബ് വിശാലതയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ നമ്മെ തിരിച്ചു വിളിക്കുന്നുവോ ആ സമയത്ത് തൗഹീദ് പ്രഖ്യാപിച്ച് ഈ ജീവിതത്തോട് വിട പറയാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഐക്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഈ നാട് അള്ളാഹു ഈ രൂപത്തിൽ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഈ നാടിൻ്റെ സമാധാനത്തെ, സ്വസ്ഥതയെ, ഇവിടെ നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും അവരുടെ പ്രയാസങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ മോചനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.